അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള 18.3.2 അപ്ഡേറ്റ് യൂസ് ചെയ്യുവാണ്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് വരുമ്പം ഇതുപോലുള്ള ഫോളോ അപ്പ് വീഡിയോ നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മൾ ചെയ്ത അപ്ഡേറ്റ് വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന കമൻറ്റ്സ് അത് ഞാൻ എപ്പോഴും ഇതുപോലുള്ള ഫോളോ വീഡിയോ ചെയ്യുമ്പം ശ്രദ്ധിക്കും. അത് ഞാൻ എല്ലാം 1 by 1 വായിച്ച് നോക്കി യൂസേഴ്സ് നേരിടുന്ന പ്രോബ്ലംസ്, ബഗ്ഗുകളുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണുള്ളത്, അതോടൊപ്പം തന്നെ അവരുടെ എക്സ്പീരിയൻസ്, ഈ 3 കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഇതുപോലത്തെ ഫോളോ അപ്പ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ നമുക്ക് കുറേ അധികം കാര്യങ്ങളുണ്ട്. ആൻഡ് അവസാനം ഞാൻ എൻ്റെ എക്സ്പീരിയൻസും യൂസർ എക്സ്പീരിയൻസും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിലെ ഏറ്റവും ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ഇതാരും കംപ്ലയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് തോന്നുന്നത് ലിറ്ററലി എല്ലാവരും തന്നെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് യൂട്യൂബിൽ നമ്മൾ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ നമ്മൾ വീഡിയോസ്, ഷോർട്സ് കാര്യങ്ങളൊക്കെ കാണുമ്പം അത് ഓപ്പണായി വരുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന ആ ഒരു വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ലോവർ ക്വാളിറ്റി അല്ലെങ്കിൽ പുവർ ക്വാളിറ്റിയാണ്. ഇതെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് iOS അപ്ഡേറ്റിൻ്റെ, അതായത് 18.3.2 അപ്ഡേറ്റ് വന്നുകൊണ്ടുണ്ടായേക്കുന്ന പ്രോബ്ലം അല്ല, മിക്കവരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മുടെ ഫോണിൽ അത് ഫസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ തേർഡ് പാർട്ടി ആയിക്കോട്ടെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിൽ എന്ത് പ്രോബ്ലംസ് വന്നാലും അത് നമ്മൾ ചെയ്ത സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ടാണ് എന്നുള്ളൊരു മിഥ്യാധാരണയുണ്ട്. എന്നാൽ അത് ഇനിയെങ്കിലും നിങ്ങളൊന്ന് മാറ്റി വയ്ക്കുക. കാരണം ഇപ്പം യൂട്യൂബിൻ്റെ കാര്യം പറയുന്നത്, യൂട്യൂബിൽ വീഡിയോസ് പ്ലേ ചെയ്യുന്നത് iOS അപ്ഡേറ്റുമായിട്ട് യാതൊരു ബന്ധമില്ല. കാരണം അത് അവരുടെ സെർവർ സൈഡിൽ നിന്ന്, യൂട്യൂബിൻ്റെ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ സെർവർ സൈഡിൽ നിന്ന് നടക്കുന്നൊരു കാര്യമാണ്. അതിൽ ഈ പറഞ്ഞ ക്വാളിറ്റി ഇഷ്യൂ വീഡിയോസ് നമ്മൾ കാണുമ്പോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് യൂട്യൂബ് സെർവറിൻ്റെ കുഴപ്പമാണ്. കാരണം നിങ്ങളിപ്പം വെബ് ബ്രൗസർ, ലാപ്പോ കമ്പ്യൂട്ടറോ ഓപ്പൺ ആക്കി അതിലൊരു ബ്രൗസർ ഉപയോഗിച്ച് നിങ്ങൾ യൂട്യൂബിൻ്റെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ പറഞ്ഞ സെയിം ക്വാളിറ്റി ഇഷ്യൂസ് അവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇത് യൂട്യൂബിൻ്റെ സെർവർ സൈഡിൽ നിന്നുള്ള ഇഷ്യൂ ആണ് ഈ ഒരു ലോ ക്വാളിറ്റി ഇഷ്യൂസ് വരുന്നത്. ഇനി ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് തന്നെ ഇതിനൊരു അപ്ഡേറ്റ് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോബ്ലം സോൾവ് ആകത്തുള്ളൂ. ഇനി ഇതിൽ വളരെ പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഇതിൻ്റെ പെർഫോമൻസ് ആൻഡ് ബാറ്ററി. പെർഫോമൻസിൻ്റെ കാര്യം നമുക്കിപ്പം 16 സീരീസ് അല്ലെങ്കിൽ 16 പ്രോയുടെ കാര്യം, കാരണം നമുക്ക് എല്ലാ ഡിവൈസുകളും ഒരേപോലെ കൊണ്ടുവന്ന് ഈ വീഡിയോയിലൂടെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ പല യൂസേഴ്സും കമൻസിലൂടെയും നമ്മുടെ ഇൻസ്റ്റഗ്രാം മെസ്സേജിലൂടെയും ഷെയർ ചെയ്തിട്ടുള്ള അവരുടെ ഈ ഒരു അപ്ഡേറ്റിന് ശേഷമുള്ള എക്സ്പീരിയൻസിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് കൂടുതലും പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പെർഫോമൻസിനെ പറ്റി. കാരണം പെർഫോമൻസിൻ്റെ കാര്യത്തിൽ മോശമല്ലാത്ത ഒരു അപ്ഡേറ്റ് തന്നെയാണ് 18.3 എന്ന് പറയുന്നത്. ഇതിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കഴിഞ്ഞ 18.3 മുതൽ നമുക്ക് ലഭിക്കുന്ന അതേ ഒരു സോളിഡ് പെർഫോമൻസ് തന്നെയാണ് ഇതിൽ ലഭിച്ചേക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഹിക്കപ്പുകളാണ് ഞാൻ ഫേസ് ചെയ്തേക്കുന്നത്. അതായത് ഇതുപോലുള്ള ബഗ്ഗുകൾ നമുക്ക് റീസ്റ്റാർട്ട് കൊണ്ട് പരിഹരിക്കാൻ സാധിക്കുന്ന സിമ്പിളായിട്ടുള്ള ബഗ്ഗുകൾ. ചില സമയങ്ങളിൽ നമുക്ക് ഓറിയൻറ്റേഷൻ മാറുന്നതനുസരിച്ച് കീബോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോപ്പപ്പായി വരാതിരിക്കുന്ന അങ്ങനെയുള്ള കുറച്ച് ബഗ്ഗുകൾ ഒഴിച്ചു നിർത്തിയാൽ പെർഫോമൻസിൽ വലിയ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ കാര്യം ബാറ്ററിയാണ്. ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പം കുറേയധികം ആളുകൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്കാണ് തന്നിരിക്കുന്നത്. അതായത് അവരുടെ പല മോഡൽ 13 ആയിക്കോട്ടെ 14, 15 സീരീസിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ്സ് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പേഴ്സണലി എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം എനിക്ക് വലിയതായിട്ടുള്ള ചേഞ്ച് കഴിഞ്ഞ അപ്ഡേറ്റുകളിൽ നിന്ന് വന്നപ്പം ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും തന്നെ ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ തന്നെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പലതവണ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് എത്ര ഉണ്ട് എന്നുള്ളത്. ഞാനിത് ഇങ്ങനെ തന്നെ വീഡിയോയ്ക്ക് വേണ്ടി വെച്ചതാണ്. കാരണം നിങ്ങൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, സൺഡേ രാവിലെ 9 മണിക്കാണ് ഞാൻ ലാസ്റ്റായിട്ട് ഈ ഫോൺ ചാർജ് ചെയ്തത്. ഇന്നിപ്പം തിങ്കളാഴ്ചയാണ്. കാരണം ഇതിപ്പം മൺഡേ 17-ാം തീയതിയാണ് രാവിലെയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോഴും ഞാൻ ചാർജ് ചെയ്തിട്ടില്ല. കാരണം നല്ല രീതിയിലുള്ള ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ്സ് എനിക്ക് ഈ ഒരു അപ്ഡേറ്റിൽ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ റീസണാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സെറ്റിങ്സ് ജനറലിൽ പോയിട്ട് മിനിങ്ങാന്നാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്തത്. റീസെറ്റ് ഓൾ സെറ്റിങ്സ് ചെയ്തു. ഫസ്റ്റ് ഓപ്ഷനായിട്ടുള്ള റീസെറ്റ് ഓൾ സെറ്റിങ്സ് ഇത് ചെയ്തതിന് ശേഷം ഞാൻ മാറ്റിയ 2-3 കാര്യങ്ങൾ. ഒന്ന്, നമ്മളുടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഓപ്ഷനിൽ പോയിട്ട് ലൊക്കേഷൻ സർവീസസ് എനേബിൾ ചെയ്തു. അതിനുശേഷം താഴെ പോയി സിസ്റ്റം സർവീസിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഓഫ് ചെയ്യാം. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ഡിസേബിൾ ചെയ്ത് വെച്ചു. ഡിസേബിൾ ചെയ്ത് വെച്ചതിന് ശേഷം ഉള്ള ആ ഒരു പെർഫോമൻസാണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല രീതിയിലുള്ള ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ്സ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ആരെങ്കിലും ബാറ്ററി ട്രെയിനിങ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെയ്തു പോകണം. ഇത് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു വെടിക്ക് 2-3 പക്ഷികളെ നമുക്ക് കൊല്ലാൻ സാധിക്കും. ഒന്ന്, ബാറ്ററി ഓവർ ഹീറ്റിങ്ങിൻ്റെ പ്രോബ്ലം. ബാറ്ററി ഹെൽത്ത് ഞാനത് വളരെ വ്യക്തമായിട്ട് ഇതിന് മുന്നേ ഉള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് 100% ആണ്. 186 ആണ് ബാറ്ററി സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 16 Pro ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം 7 മാസമായിട്ടുണ്ട്. 7 മാസം കൊണ്ട് 100% ഇപ്പോഴും കീപ്പ് ചെയ്യുന്നു. അത് വലിയ കാര്യമല്ല. കാരണം കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ അത് അങ്ങ് ഡ്രോപ്പ് ആകും. സോ ബാറ്ററി ഹെൽത്തിന് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ബാറ്ററി ഹെൽത്ത് നോക്കി ഫോൺ യൂസ് ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെയുള്ളവർ ഐഫോൺ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ വല്ല ആൻഡ്രോയിഡ്
അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിവൈസ് നോക്കുക. ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് കുറേ നാളുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം കുറയും എന്നുള്ള കാര്യമാണ്. 2 നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും കഴിഞ്ഞ 18.3.2ൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഞാനും പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. iPhone 16 Pro സീരീസിൽ അതായത് വൈഫൈ ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവുന്നു, ഡിസ്കണക്റ്റ് ആവുന്നു. ഈവൻ ദോ വൈഫൈ നെയിംസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളത് കണക്ട് ചെയ്യാൻ വേണ്ടി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസ് കണക്റ്റ് ആകത്തില്ല. ഡിവൈസ് തോന്നുന്ന ടൈമിലേ ഉള്ളൂ അത് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആകത്തുള്ളൂ, നമുക്ക് ആവശ്യമുള്ള ടൈമിലല്ലായിരുന്നു. സോ ആ ഒരു പ്രോബ്ലം എനിക്ക് തോന്നുന്നു ഈ ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ പാച്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പം ആ വൈഫൈ പ്രോബ്ലം എനിക്ക് കാണുന്നില്ല. പക്ഷേ ഇതിൽ സ്റ്റിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചില യൂസേഴ്സ് കമൻസിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് കോൾ ഡ്രോപ്പാണ്. സോ അത് എങ്ങനെ നമുക്ക് പരിഹരിക്കാം? ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, സെറ്റിങ്സ് ജനറൽസിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ റീസെറ്റ് നെറ്റ്വർക്ക് സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ഓപ്ഷൻ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് റീസെറ്റ് നെറ്റ്വർക്ക് സെറ്റിങ്സ്. അത് ചെയ്തിട്ട് നിങ്ങൾ ഡിവൈസ് ഒന്ന് യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞ പ്രോബ്ലം കോൾ ഡ്രോപ്പ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. 2 നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ആപ്പിൾ സപ്പോർട്ടിൽ, ഇപ്പം ആപ്പിൾ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. സോ ഇത് ത്രൂ ആപ്പിളിൻ്റെ സപ്പോർട്ടിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും. അവരോട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഡിവൈസ് ഡയഗ്നോസ് ചെയ്യാൻ പറയണം. അതായത് ഈ കംപ്ലയിൻറ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം അവരോട് പറയണം ഡിവൈസ് ഒന്ന് ഡയഗ്നോസ് ചെയ്യുക. കാരണം നമ്മൾ ആപ്പിളിൻ്റെ തേർഡ് പാർട്ടി സ്റ്റോറുകളിൽ പോയിട്ട് അവിടെ പോയി നമ്മൾ ഡിവൈസ് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ 1000 രൂപീസാണ് ഫീ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. പക്ഷേ ആപ്പിൾ സപ്പോർട്ട് ത്രൂ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ത്രൂ അവരോട് ചാറ്റ് ചെയ്യുന്ന ടൈമിൽ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അവർ ഡയഗ്നോസ് ചെയ്യുന്നതായിരിക്കും. ആ ഡയഗ്നോസിൻ്റെ റിസൾട്ട് വരുമ്പോൾ അതിൽ നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങളുടെ ഡിവൈസിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. 3ാമത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, തേർഡ് പാർട്ടി ഷോപ്പുകളിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിവൈസിൻ്റെ ബേസ് ബാൻഡിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഡിവൈസിൻ്റെ ബേസ് ബാൻഡ് നെറ്റ്വർക്ക് മോഡവുമായിട്ട് ബന്ധപ്പെട്ടാണ് ബേസ് ബാൻഡ്. അതിനെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും കോൾ ഡ്രോപ്പ് മാത്രമല്ല നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള പല ഇഷ്യൂസും നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തുക. അതിനുശേഷം ഫൈനലി നമ്മുടെ ഡിവൈസിന് അല്ലെങ്കിൽ മോഡവുമായിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഉപയോഗിക്കുന്ന സിം ഏതാണ്, ജിയോ ആണെങ്കിൽ ജിയോ, എയർടെൽ ആണെങ്കിൽ അതിൻ്റെ സ്റ്റോറിൽ പോയിട്ട് ഡിവൈസിൻ്റെ സിം ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കുക. അതായത് ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ ക്യാമറ, നമുക്കറിയാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, കൂടുതലും യൂസേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്തൊരു കാര്യമാണ്, ക്യാമറ ഓപ്പൺ ആക്കുമ്പം ബ്ലാങ്ക് ആവുന്നു അല്ലെങ്കിൽ ബ്ലാക്ക് സ്ക്രീൻ കാണിക്കുന്നു. ക്യാമറയിൽ കൂടെ നമുക്ക് ലെൻസുകൾ സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒന്ന് ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കാണാനോ സാധിക്കുന്നില്ല. കൂടുതലും iPhone 16 സീരീസ് യൂസേഴ്സാണ് ഇത് കംപ്ലയിൻറ്റ് ചെയ്തേക്കുന്നത്. സോ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം എനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ക്യാമറ നമുക്ക് സ്മൂത്തായിട്ട് തന്നെ സ്വിച്ച് ചെയ്യാനും പെട്ടെന്ന് ഷൂട്ട് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും തന്നെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഇപ്പോഴും ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. ആ റീസ്റ്റാർട്ടിലൂടെ നമുക്ക് ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ പരിഹരിക്കാൻ സാധിക്കും. ഇനി റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ ക്യാമറ ഇഷ്യൂ നിങ്ങൾക്ക് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോൺ നിങ്ങൾക്കൊന്ന് റീസ്റ്റോർ ചെയ്യാനാണ്. യൂസർ ഡേറ്റ ബാക്കപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫോൺ റീസ്റ്റോർ ചെയ്യാനാണ്. അപ്പോൾ 18.3.2 എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട ഒരു അപ്ഡേറ്റ് ഒന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് നിലവിൽ 18.3.1 ആണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ 18.3 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ നിൽക്കാം. പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് 2-3 സോഫ്റ്റ്വെയർ ബഗ്ഗുകളും വളരെ പ്രധാനപ്പെട്ട ഒരു സെക്യൂരിറ്റി പാച്ചും ആപ്പിൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് 18.3.2 അപ്ഡേറ്റിനെ പറ്റിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ അപ്പോൾ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, അതോടൊപ്പം യൂട്യൂബ് ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗെയിൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Until then, peace.